ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. നല്ലൊരു ദിവസമായിരുന്നു. കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് എന്തോ ഇന്നത്തെ ഒരു ദിവസം ഗുളികകളൊക്കെ കഴിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്, ഒരു സഡേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും നല്ലൊരു ദിവസമായിരുന്നു. ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. ഞാൻ കാണിക്കാം ആരാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ പതിവുപടി രാവിലെ എണീറ്റ വഴിക്ക് എനിക്ക് കുറച്ച് പണികൾ തീർത്ത് വെക്കേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ നിന്നത്. കാരണം കുറേ അധികം ഇന്നലെ രാത്രി വരെയുള്ളത് ഞാൻ അവസാനിപ്പിച്ചെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു ഇത്തിരി തിരക്കാവുമെന്ന് നമുക്ക് ഏകദേശം അറിയാമല്ലോ ഓരോ ദിവസവും. അപ്പോൾ അതനുസരിച്ച് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാവും. അപ്പോൾ അതിന് മുമ്പായിട്ടെല്ലാം ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ പുറപ്പെട്ടത്. അപ്പോൾ രാവിലെ തന്നെ പൂരിയായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് വിശേഷങ്ങൾ ഓർണമെൻറ്റ്സ് ഉണ്ട്. നമ്മളോട് കുറേ പേര് 8 പിടിയുടെ മാലകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് 8 പിടിയുടെയും 10 പിടിയുടെയും മാല കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇത് 8 പിടിയുടെ മാലയാണ്. ഈ 2 ലെയറായിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള മാലയാണ്. ഇത് 1-2 പേര് 6 പിടി ചോദിച്ചെങ്കിലും 6 പിടി എത്രത്തോളം ഭംഗി ഉണ്ടാവും നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 8 പിടി 10 പിടിയാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കണത് കേട്ടോ. 6 പിടി പറ്റുമെങ്കിലും നമ്മൾ റിസ്ക് എടുക്കണില്ല. കാരണം ഇത് കണ്ടു ഓരോന്നിൻ്റെയും അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ വയ്ക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 8 പിടി 10 പിടിയാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. പിന്നെ ഇനി ഇത് ഈ പണി മനസ്സിലായോ നിങ്ങൾക്ക്? ഈ തോരടുന്നല്ല പറയുക, ഇതിന് വേറൊരു പണിയുണ്ട്. അതാണ് സംഭവം. നല്ല വൃത്തിയുള്ള പണിയാണ് കേട്ടോ അത്. പിന്നെ ഇത് നമ്മുടെ തോരട്, പണ്ടത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണി ഉള്ള പോലെ. ഇത് കയറുപിരി. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 3.5-4 പവൻ തോന്നിക്കാവുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ 8 പിടി എന്ന് പറയുമ്പോൾ 16 24 ഇഞ്ചാണ് 8 പിടി. അപ്പോൾ ചിലർ പറയും ഇങ്ങനെ കൈപ്പിടി കാണിച്ചിട്ട് ഇത് 7 പിടിയുള്ളോ 6 പിടിയുള്ളോ എന്നൊക്കെ പറയും. അത് തെറ്റായ ധാരണയാണ്. ഇഞ്ച് കണക്ക് നമ്മൾ പണ്ടൊക്കെ കൈപ്പിടി വെച്ചിട്ടാണ് അളവ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒക്കെ വ്യത്യാസങ്ങളാണല്ലോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 16, 24, 30 അങ്ങനെയാണ്. 16 ഇഞ്ച് 6 പിടി, 18 ഇഞ്ച് കേട്ടോ. തെറ്റിപ്പോയി. 18 ഇഞ്ച്. ഡാഡിക്ക് കറക്റ്റ് അറിയാം, എനിക്കിതൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ 18 ഇഞ്ചും 18, 24, 30 അല്ലേ? 30. അപ്പോൾ 18 ഇഞ്ച് എന്നുള്ളത് 6 പിടി, 24 ഇഞ്ച് 8 പിടി, 30 ഇഞ്ച് 10 പിടി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു 4 ഐറ്റം. ഇനി കുറച്ചുകൂടി കട്ടിയുള്ളത് ആവശ്യമുള്ളവർക്കുള്ളത് അടുത്തത് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, നല്ല എന്താ പറയുക കനപ്പിടിയിൽ. ഇത് അധിക ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറ്. സെയിം അളവിലുള്ള താലിമാല നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വെക്കേണ്ടി വരുമ്പോൾ പകരം ഇടാനായിട്ട്. അത് വീട്ടിലല്ല, എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴാവും. അപ്പം നമ്മൾ ചോദിക്കില്ലെങ്കിലും ചിലർ അയ്യോ എന്നിട്ട് താലിമാല എവിടെയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനഃപൂർവ്വം വാങ്ങിക്കുന്ന സംഭവമാണ് ഇത്. അല്ല കേട്ടോ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ 8 പിടി തന്നെയാണ് കേട്ടോ. ഇത് കുമ്പള പോലത്തെ ഒരു പണിയാണ്. അപ്പോൾ അത് 8 പിടിയാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ സ്വർണ്ണത്തിന് നല്ലോണം വില കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ചിലർക്ക് ആവശ്യത്തിന് വിൽക്കേണ്ടി വരും, ചിലപ്പോൾ പണയം വെക്കേണ്ടി വരും. അതൊക്കെ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ വാങ്ങിച്ചിടുമ്പോൾ നമുക്കൊരു വിഷമം തോന്നില്ല. അപ്പോൾ ഇതാണ് ആ മാല കേട്ടോ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഒരു 4 പവൻ ഒക്കെ തോന്നാവുന്ന പോലത്തെ ഒരു മാലയാണ് കേട്ടോ അത്. ഇനി വരണത് ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ പോളിച്ചയിൽ എടുക്കുന്ന മാലയാണ് കേട്ടോ. താലിമാലയ്ക്ക് ഒരിടയ്ക്ക് എപ്പോഴും വന്നിരുന്നതാണ്. ഇത് പരിപ്പെന്നോ അങ്ങനെ എന്തോ ഒരു പേരുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ മാല. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ താലിമാലയ്ക്ക് ഇങ്ങനെ ഇത്തിരി പോളിച്ചയിൽ എന്നൊക്കെ പറയും. തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പോളിച്ചയിൽ എന്ന് പറയും. എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. എന്നാൽ ഇത് വെയിറ്റ് കുറവാകും. 3-3.5 പവനൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ കാണുമ്പോൾ ഭയങ്കര തടിയാണ്. ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഭയങ്കര തടി തോന്നുകയും ചെയ്യും കേട്ടോ. അതാണ് ആ മാല. ഇനി അടുത്തത് വരുന്നത് ഇത് നമ്മുടെ അരഞ്ഞാണം. കുറേ പേരുണ്ട് അരഞ്ഞാണം മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു അരഞ്ഞാണം ചെയിൻ. ഇത്തിരി വീതിയുള്ള ടൈപ്പാണ് കേട്ടത്. നമ്മുടെ ബ്രേസ്ലെറ്റൊക്കെ കണ്ടിട്ടില്ലേ എന്ന് വെച്ച് കുറേ വീതി എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നേരിയ പണ്ടത്തെ ഈ നൈസ് അരിഞ്ഞാണല്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഇത് ആണുങ്ങൾക്ക് കൊണ്ടുപോകാറുണ്ട്, പെൺകുട്ടികൾക്ക് ഇടാനും കൊണ്ടുപോകാറുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ ഇത് ഭയങ്കര വെയിറ്റാണ് കേട്ടോ. ഒരു 5-5.5 പവനിൽ തോന്നുന്ന വെയിറ്റാണ് ഇതിന്. ഇതും നല്ല ഫിനിഷിംഗ് ഉള്ളൊരു മാലയാണ്. ഇനി ഇങ്ങനെ
കണ്ടോ, ഇത് ഈ പറഞ്ഞ പോലെ നല്ല മാലയാണ്. ചെറിയ കട്ടകൾ കണ്ടോ, 5 ഇത് കഴിഞ്ഞിട്ട് ഒരു കട്ട, അങ്ങനെയാണ് ഇതിൻ്റെ പണി വരുന്നത്. പിന്നെ അവസാനം സച്ചിൻ, നമ്മുടെ സച്ചിൻ്റെ മാല, ബ്രേസ്ലെറ്റും ഒക്കെയുള്ള പാറ്റേൺ സച്ചിൻ്റെ മാല. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യമായെങ്കിൽ ധൈര്യമായിട്ട് പറയാം, വാങ്ങിക്കാം. ഒക്കെ 8 പിടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ വണ്ണം കുറഞ്ഞതില്ലേന്ന്. ഇതിനേക്കാളും വണ്ണം കുറഞ്ഞതുണ്ട്, വണ്ണം കൂടിയതുമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ ഇത് കണ്ടിട്ട് ഇതിനേക്കാളും വണ്ണം കുറഞ്ഞതുണ്ടോ അല്ലെങ്കിൽ ഇതിനേക്കാളും വണ്ണം കൂടിയതുണ്ടോ എന്ന് ചോദിക്കായിരിക്കും. ദയവ് ചെയ്ത് ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഓരോ സെക്ഷൻ എടുത്ത് കാണിക്കുമ്പോൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഇതിനേക്കാൾ അതുണ്ടോ ഇതിനേക്കാൾ ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇരട്ടിപ്പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം കാണിക്കുന്ന സാധനങ്ങൾ ചോദിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അതെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മാലകൾ. അപ്പം ഞാനിത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾക്ക് 10 പിടിയുടെ മാല എടുത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ നിങ്ങളിതിങ്ങനെ പെട്ടെന്ന് കൊളുത്ത് കാണുമ്പോൾ എന്ത് ഇങ്ങനത്തെ കൊളുത്തെന്ന് വിചാരിക്കായിരിക്കും. നമ്മളത് പാക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ എന്താണ് മറ്റേ ലോക്കറ്റ് ഇടുന്ന പോലത്തെ കൊളുത്ത് മാറ്റിയിടും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ അയ്യോ ഈ കൊളുത്താണോ ഈ മാലയ്ക്ക് എന്ന് വിചാരിക്കായിരിക്കും. അതിൻ്റെ കൊളുത്ത് നമ്മൾ മാറ്റിയിട്ടിട്ടാണ് തരിക. അപ്പോൾ ഇതാണ് ഈ പാറ്റേൺ. അപ്പോൾ ഇതിൻ്റെ വിട്ട് കുറേ പേര് ചോദിക്കുന്ന ഭയങ്കര മൂവിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ നെറ്റ് ചെയിൻ. ഇത് ഫുൾ കല്ലുകളാണ് കേട്ടോ. കണ്ടമാനം പേര് കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയവരൊക്കെ ഭയങ്കര അഭിപ്രായം പറഞ്ഞ ഒരു മാലയാണ്. അതായത് ഇത് ഒരു നെറ്റിൻ്റെ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ കല്ലുകൾ കോർത്തേക്കാണ് കണ്ടോ. ഇതിൽ റെഡല്ല മെറൂണും വൈറ്റും ഗ്രീനും കണ്ടോ, ഇങ്ങനെയാണത് വരുന്നത്. അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ കൊളുത്തിടാണ്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഇട്ട് വെറുതെ ഇങ്ങനെ ഇടണവരുണ്ട്. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊളുത്ത് വേണമെന്ന് കൊളുത്ത് ഇട്ടിട്ട് അതുമ്മ ഒരു ലോക്കറ്റ് ഇടണവരുണ്ട്. പക്ഷെ ഭംഗി ഇങ്ങനെ ഒഴുക്കൻ ഇടണതാണ് കേട്ടോ. ഇങ്ങനെ ഇടുന്നതാണ് അതിൻ്റെ ഭംഗി. ഈ ഒറ്റ മാല മതി. ഇത് 8 പിടിയല്ലേ, ഇത് 8 പിടിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ 8 പിടി മാലകൾ. അപ്പോൾ ഈ ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്ന വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 10 പിടിയുടെ മാലയും കാണാം. ഞാൻ അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ 8 പിടിയും 10 പിടിയും മാലകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും ഇന്ന് സൺഡേ ആയിട്ട് പോലും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. സൺഡേ നിങ്ങൾക്കറിയാം നിറച്ച് സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒതുക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഡിവൈൻ പോയിൻ്റ് ആയിരുന്നില്ല, ഡോൺ ഒറ്റയ്ക്കാണ് മാർക്കറ്റിൽ പോയിട്ട് വന്നത്. അപ്പോൾ നല്ല വലിയ ജംബോ പ്രോൺസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബീഫ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞില്ല. പട്ടിയുടെ ഇറച്ചി മാത്രം ഞാൻ ഒതുക്കി വെച്ചിട്ട് ഞാൻ പോയി കിടക്കുക ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞ് ഡിവൈൻ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു. അങ്ങനെ എണീറ്റ് ബീഫ് ഫ്രൈയും പിന്നെ ബീഫ് റോസ്റ്റും, ബീഫ് ഫ്രൈയും മറ്റേ ജംബോ പ്രോൺസിൻ്റെ റോസ്റ്റും പിന്നെ രസമായിരുന്നു. നല്ല എനിക്കിഷ്ടമുള്ളൊരു ഊണായിരുന്നു കേട്ടോ. എനിക്ക് കടിക്കാൻ ഭയങ്കര പാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് രസം ഒഴിച്ച് നല്ലോണം നമ്മൾ കഴിച്ചു. അപ്പോൾ ഇന്ന് എനിക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ട്രിവാൻഡ്രത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ നമ്മളെങ്ങനെ വൃത്തിയാക്കിയിട്ടാലും ആരെങ്കിലും വരണമെന്ന് പറയുമ്പോൾ വെറുതെ ഒന്ന് തട്ടിക്കുടഞ്ഞിടുന്ന ശീലം അതെല്ലാവർക്കും ഉള്ളതാണ്. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു ബഹുമാനമാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും വരണമെന്ന് കണ്ടാൽ ഡ്രസ്സ് ഒന്ന് മാറുക, അല്ലെങ്കിൽ ഒന്ന് തലേക്ക് മുടിയൊക്കെ ഒന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ വീടൊന്ന് ഒതുക്കിടുക എന്ന് പറയുന്നത് നമ്മളുടെ പ്രൗഢി കാണിക്കാനല്ല, നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. നമ്മളവരെ ബഹുമാനിക്കുന്ന പോലെയാണ്. അങ്ങനെയാണ് നമ്മൾ പറയുക. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ അത് വൃത്തിയിൽ നിൽക്കുക അല്ലെങ്കിൽ വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ട്രേ നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചൻ പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്, അതായത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പച്ചൻ ഗൾഫിലേക്ക് പോയിട്ടുള്ളത്. അന്ന് ഫസ്റ്റ് ട്രിപ്പ് കൊണ്ടുവന്ന ഡിന്നർ സെറ്റിൻ്റെ ട്രേ ആണിത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ കിട്ടിയതിങ്ങനെ കുട്ടി കുട്ടി സാധനങ്ങൾ മാറ്റി വയ്ക്കുന്ന അതിലത്തെ ഒന്നാണ് ഈ ട്രേ. അതിൻ്റെ കപ്പും സോസറും മിൽക്ക് പോട്ട്, അന്ന് അങ്ങനെയാണല്ലോ, മിൽക്ക് പോട്ട് ഷുഗർ പോട്ട് എന്നൊക്കെയാണല്ലോ, ആ സംഭവമാണ് ഇതിട്ട്. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു അക്കിയുടെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതോ ഇനി അക്കി ആർക്കെങ്കിലും കൊടുത്തോന്ന് അറിയില്ല. എനിക്ക് ഈ പഴയത് സൂക്ഷിക്കുന്ന പോലെയുള്ള ശീലം വേറെ ആർക്കും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗസ്റ്റ്. ഇത് തൃശ്ശൂരുള്ള ഗീതേച്ചി, പിന്നെ രണ്ടാമത്തത് ശരിക്കും ഗീതേച്ചി, പിന്നെ മൂന്നാമത്തത് ഷീല, പിന്നെ ഞാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഇവർ 2 പേര് ഷീലയും ഗീതേച്ചിയും കൂടിയിട്ട് തൃശ്ശൂർക്ക് ഈ ഗീതേച്ചിയുടെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ എന്നെയും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് കണ്ട്. ഞങ്ങൾ ഫോണിൽ കൂടെയുള്ള സംസാരമുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എല്ലാവരും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നവരൊക്കെ
ഫോണിൽ കൂടെ എന്നെ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ട് പിന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെ ആരൊക്കെയോ ആണെന്നൊരു തോന്നലാട്ടോ. അങ്ങനെ ഗീതച്ചിക്ക് 2 മക്കളാണ്. 2 പേരും പുറത്താണ്. അപ്പോൾ ചേച്ചി ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോവും, പിന്നെ അന്ന് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ തൃശ്ശൂർക്ക് വന്നതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയപ്പോൾ ഡിംപിളിന് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഡിവൈനും ഡോണൊക്കെ കണ്ടു, പക്ഷേ കാണാൻ പറ്റിയില്ല. പക്ഷേ ഇനിയും വരുമല്ലോ അവസരം. 2 ദിവസം കൂടി ഉണ്ടാവും തൃശ്ശൂർ. പക്ഷേ ഡിംപിൾ എത്തുമെന്ന് എനിക്കറിയില്ല. എത്തിയാൽ ഒന്നിച്ച് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കൊറിയറിൽ നിന്ന് നമ്മുടെ സ്റ്റിക്കേഴ്സ് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആഷ് കളർ നമ്മൾ പുറത്ത് ഒട്ടിച്ചില്ലേ, അത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു ഇതിനേക്കാളും ലാഭം പെയിൻറ്റ് ചെയ്യല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറയായിരുന്നു പെയിൻറ്റിങ് അല്ല എളുപ്പം എനിക്ക് കുറച്ചും കൂടി ഈ സ്റ്റിക്കറാണ് തോന്നിയത്. കാരണം നമ്മൾ ഇതിനിപ്പോൾ മൊത്തത്തിൽ ഒരു ഇതിൽ 4 ഷീറ്റാണ് ഉള്ളത്. അതിന് 334 രൂപ അങ്ങോട്ടാണ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങനെ വെച്ചാൽ മെയിനായിട്ട് സ്റ്റിക്കർ വോളും ഒട്ടിക്കാനല്ല, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ചെതൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ വട്ടങ്ങളൊന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ ഇതെനിക്ക് ഗീതേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതാട്ടോ. എൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റുകൾ ഇപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. ഇതുപോലൊരു ബർത്ത്ഡേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കുള്ള ചോക്ലേറ്റ്സും സ്വീറ്റ്സും ബിസ്ക്കറ്റ്സും ഒക്കെ കൊണ്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അവരൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റ്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണത് ഇന്ന് ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് നാളെ വീഡിയോ കാണുമ്പോൾ, അതായത് ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇല്ലേ എന്ന് ചോദിക്കണതിന് പകരം എന്തെങ്കിലുമൊക്കെ ഒന്നിട്ട് നിങ്ങളുടെ എന്താ പറയുക ആവശ്യങ്ങളൊന്നും അങ്ങോട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന സംഭവം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കണേക്കാളും നല്ലതുള്ള ഉള്ളത് വെച്ച് നിങ്ങളോട് കാര്യങ്ങൾ പറയണത്. അപ്പോൾ അങ്ങനെ ഇത് ഡിംപിൾ ഒരാഴ്ച മുമ്പ് നമ്മൾ ഏതോ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ തപ്പിയപ്പോൾ എൻ്റെ ഫോണിൽ കണ്ടു. ഇത് ഡിംപിൾ ആ സമയത്ത് തന്നെ വിളിച്ചിരുന്നു. ഗീതാൻറ്റി പോയോ ചോദിച്ചപ്പോൾ ജസ്റ്റ് ഗീതച്ച് പോയ സമയത്താണ് വിളിച്ചത്. അപ്പോൾ ഇവർ മറ്റേ വെള്ളാങ്കല്ലൂർക്ക് പോകാൻ നിൽക്കുകയാണ്, പപ്പയും അവരെല്ലാവരും കൂടിയിട്ട്. പിന്നെ തിരിച്ച് വരുമ്പോൾ എന്നോട് പറഞ്ഞു ശില്പയ്ക്ക് പെയിൻ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഹോസ്പിറ്റലാണ്, ഞങ്ങൾ അവിടെ നിൽക്കണേന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ചായിരുന്നു. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക സമാധാനമായിട്ട് വയറൊഴിയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ പറയാറില്ലേ ഗർഭിണികളാവുമ്പോൾ നമുക്കതൊരു ഭയങ്കര ടെൻഷനാണ് അങ്ങനത്തെ ഒരു കാര്യം. അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സന്ധ്യ നേരമായി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഇത് കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടന്നു. ഞാൻ ഓരോന്നിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒട്ടും കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കേട്ടോ. പള്ളിയിലൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ച് നിന്നു എന്നുള്ളൂ. അങ്ങനെ ഞാനൊരു വിഡിത്തം കാണിച്ചു. ഞാൻ മറ്റേ സാമ്പ്രാണി വെച്ചത് ഇവിടെയായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഞാൻ ഇപ്പുറത്തും അപ്പുറത്തൊക്കെ മാറി മാറി വെക്കാറുണ്ട്. ഞാൻ എന്നിട്ട് എന്താ ഉണ്ടായി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സമയം തികയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാനൊരു വീഡിയോ എടുത്ത് അവസാനിപ്പിക്കുക ചെയ്തതെന്ന്. അപ്പം ഞാൻ വീഡിയോസും കൂടി നിങ്ങളൊന്ന് കാണട്ടോ. 10 പിടിയുടെ മാലകളാണ് ഇത്. 10 പിടിയുടെ മാലകളാണ് കേട്ടോ, 10 പിടിയുടെ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നിപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് ലെങ്ത് ഇല്ലാണ്ടിരിക്കുക, എന്നാൽ പിന്നെ ഇതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഈ ഒരു പാറ്റേൺ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തൊരടുമ്മ തീപ്പെട്ടി കൊള്ളി എന്ന് പറയും, കട്ടയായിട്ടുള്ളതാണ് ഫസ്റ്റ് പാറ്റേൺ. ഇത് 10 പിടിയാണ് കേട്ടോ. 10 പിടി എന്ന് പറയുമ്പോൾ 30 ഇഞ്ചാണ് കണക്ക്. അപ്പോൾ അത് ഒരെണ്ണായില്ലേ. ഇനി ഇത് കയറ് പിരി കേട്ടോ. ഇത് കാണില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ. കയറ് പിരിയുമ്പോൾ ഇത്ര നീളമുള്ള കട്ട കേട്ടോ, ഇത്രയും ഉള്ള കട്ട. ഇതും ഈ പറഞ്ഞ പോലെ 10 പിടിയാണ്. ഇനി അടുത്തത് ഇത് മീര ജാസ്മിൻ എന്ന് പറയും. ഇങ്ങനെ കണ്ടു, ഇത് പൊള്ളപ്പണിയാണ്. ഇപ്പം നമ്മൾ സ്വർണ്ണമൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കനം കുറച്ച് എന്നാൽ കാണുമ്പോൾ പോളിച്ചി ഉണ്ടാവാനായിട്ട് എടുക്കുന്ന മാലയിലത്തെ ഒരു ഐറ്റമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ 10 പിടിയാണ്. ഇതൊക്കെ 8 പിടി 6 പിടിയൊക്കെ ഉണ്ട്. എന്നാലും 10 പിടി എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ കാണിക്കേണ്ടത് ഉള്ളത് ഇതാണ് കേട്ടോ. കുറേ ഐറ്റം ഉണ്ട്, എന്നാലും ഇപ്പം ഞാൻ തൽക്കാലം ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ കേട്ടോ 2 ഇതിൻ്റെ കുറേ പാറ്റേണുകൾ വന്നിരുന്നു. ഇതിപ്പോൾ നല്ല ഭംഗിയുള്ളതാണ്. ഇങ്ങനെ അധികം കനമൊന്നുമില്ല, എന്നാൽ നല്ല കാണാൻ നല്ല ഭംഗിയിൽ കിടക്കുന്ന ഒരു മാലയാണ്. ഇതും 10 പിടിയാണ്. പിന്നെ ഇത് ഇങ്ങനെ ഒരു വട്ടക്കണ്ണി എന്നാൽ ചക്രം, പണ്ടത്തെ ഒരു ചക്രമല്ലേ, അങ്ങനെയല്ല, ഒരു വട്ടക്കണ്ണി ഇങ്ങനെ കണ്ടോ തിരിച്ചും മറിച്ചുള്ള ഓരോ കണ്ണികളാണ്. ഒരു നല്ലൊരു പാറ്റേണാണ് കേട്ടോ അത്. അതും 10 പിടിയാണ്. പിന്നെ ഇത് നമ്മളുടെ പരസ്പരം മാല, കയറ് പിരിയുമ ഉണ്ടകൾ.
ഇതും 10 പിടിയാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 6-7 പവൻ തോന്നിക്കുന്ന വലിപ്പമാണ്. 10 പിടിയല്ലേ, അപ്പം അത്രയും നീളത്തിൽ വരുമ്പോൾ ഒരു 6 പവനൊക്കെ തോന്നിക്കുന്ന വലിപ്പമാണ് കേട്ടോ. ഇത് നമ്മുടെ ഒറ്റ മണിമാല ഉണ്ടോ, വെറുതെ മുത്തുകൾ കോർത്തിട്ടുള്ള മാല. അപ്പോൾ ഇത്രയ്ക്കാണ് കേട്ടോ ഞാൻ 10 പിടിയിൽ നിന്ന് കാണിക്കണത്. അപ്പോൾ ഇത് മണിമാല കാണിച്ചു. ഇത് നമ്മുടെ തീപ്പെട്ടി കൊള്ളിയുള്ളത്, ഇത് നമ്മുടെ മീര ജാസ്മിൻ, പിന്നെ ഇത് നമ്മളുടെ ഇടയിൽ ചെറിയ കെട്ടുള്ള തൊരട്, പിന്നെ ഇത് നമ്മുടെ 2 അഴയായിട്ടുള്ള മാല, പിന്നെ നമ്മുടെ പരസ്പരം മാല, പിന്നെ ഇതേ വട്ടക്കണ്ണിയുള്ള വെറുതെ കണ്ണിയായിട്ടുള്ള മാല. ഇത്രയ്ക്കാണ്. ഇതൊക്കെ 10 പിടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ വേണമെന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും സമയം ഇങ്ങനെ വെക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ അഡ്രസ്സ് നോക്കി പറയാനോ അല്ലെങ്കിൽ 4-മത്തെ 3-മത്തെ, അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഇടത്തെ വശത്തെന്ന് പറയാണ്ട് മോതിരത്തിൻ്റെ അവിടെ നിന്ന് തൊട്ട് 1, 2, 3 അങ്ങനെ പറഞ്ഞോളൂ. കാരണം നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങേ വശത്തുനിന്നാണോ ഇങ്ങേ വശത്തുനിന്നാണോ എന്ന് എനിക്ക് ആശയക്കുഴപ്പം വരും. അപ്പോൾ മോതിരത്തിൻ്റെ തൊട്ട് 1-മത്തെ 2-മത്തെ 3-മത്തെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് ഇത് കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഇത്രയാണ് ഇന്ന് കാണിക്കണത്. ഞാൻ പറഞ്ഞില്ലേ വീഡിയോയ്ക്ക് തീരെ ലെങ്ത് ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇതും കൂടി ആയി കഴിഞ്ഞാൽ അത്ര ആയില്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ ഒരു കാര്യം ചെയ്യുമ്പോൾ 2 ഉപകാരത്തിലേക്ക് ആയി എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ നിങ്ങൾ വേഗം ഓർഡർ ചെയ്യുക. 10 പിടി എന്ന് പറയുമ്പോൾ അറിയാലോ 30 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം, അതനുസരിച്ച് ഇന്ന മാല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ദേ കിടന്ന് എണീക്കിനോട് കൂടിയിട്ട് ഡിവൈൻ ചപ്പാത്തിയും ബീഫും കിഴങ്ങും കൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കഴിക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ചോറാണ് ശരിക്കും ഇന്ന് കഴിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ വേണ്ട, ചപ്പാത്തി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചപ്പാത്തിയും കുറച്ച് കറിയും കൂടി കഴിച്ചു. ബാക്കി ചപ്പാത്തി ഡാഡി ശരിക്കും കഴിച്ചു, എല്ലാവരും കഴിച്ചു കേട്ടോ. ഞാൻ മാത്രം പേരിനിങ്ങനെ, എനിക്ക് സ്വതവേ ഞാനൊരു ചപ്പാത്തി തന്നെ കഴിക്കാറുള്ളൂ. അങ്ങനെ കഴിച്ച് കറിയൊന്നും എനിക്കങ്ങനെ കൂട്ടാൻ പറ്റിയില്ല. അങ്ങനെ ഞാനതവിടെ വെച്ച് തിളപ്പിച്ച് നമ്മളുടെ പതിവുംപടി നമ്മുടെ ഗുളികകൾ, അപ്പോൾ ഞാൻ പറയും ഗുളിക കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടാണ് ഡിവൈൻ കയറി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഭക്ഷണം കഴിച്ച ആ 2 പാത്രവും പിന്നെ നമ്മളുടെ എന്താ പറയുക കറി ഒന്ന് തിളപ്പിക്കണം. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ പിള്ളേരുടെ കാര്യങ്ങൾ, അവർക്കുള്ള ഇറച്ചി കൊടുക്കുക, അങ്ങനെയുള്ള കുട്ടി കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അവസാനിപ്പിച്ച് വേഗം ഒന്നേന്ന് വെച്ച് ആ പരിപാടികൾ കഴിച്ചു. കാരണം ഉച്ച വരെ കുറേ നേരം കിടന്നുറങ്ങി, വൈകിട്ടും കുറേ നേരം കിടന്നുറങ്ങി. പക്ഷേ ഗുളികകൾ കഴിക്കണ കാരണം ഇനിയും കിടന്നുറങ്ങാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ അതെ പതിവുംപടി മറ്റേ റബ്ബർ ബാൻഡുകൾ വന്ന് ചേർന്നപ്പോൾ ഇന്നാൾ ആരോ പറഞ്ഞത് ഡോൺ ചേട്ടനാണ് റബ്ബർ ബാൻഡ് ഇടുന്ന ആളിട്ടാന്ന് നോക്കിയപ്പോൾ അത് കറക്റ്റ് സ്പോട്ടിൽ റബ്ബർ ബാൻഡ് ഡോൺ ഇടുന്നത് കാണാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഒക്കെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടല്ലേ കൊണ്ടുവരിക. അപ്പോൾ അതിങ്ങനെ എടുക്കുന്നതോടുകൂടി അവിടെ ഇടും. അപ്പോൾ എടുക്കാനും എളുപ്പമാണല്ലോ. അപ്പം ഞാനാണത് കുപ്പിയിലിട്ട് റബ്ബർ പൗഡർ ഇട്ട് വെക്കുന്ന ആൾ. അപ്പോൾ പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഈ പട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൂടെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് വാരി കൊടുക്കാനുള്ളതൊക്കെ എണീറ്റ് വന്ന് വാരി കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുക. അതെപ്പോഴും ഞാൻ പറയും ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ അവർ അതൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ. ഇത് രാത്രി അവർക്ക് ഇറച്ചി കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇന്ന് ആശാരിയെ വിളിച്ചിട്ടില്ല. കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റ് ഉണ്ട് എന്നുള്ളത് മുമ്പ് നമുക്കറിയായിരുന്നു. അപ്പോൾ പിന്നെ ആ സമയത്തൊരു ആശാരിപ്പടിയും കാര്യങ്ങളും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് പാലിൽ കുറച്ച് മറ്റേ ഫിൽറ്റർ കോഫി കുറച്ചൊഴിച്ച് മധുരമൊക്കെ ഇട്ട് ഞാൻ മാറ്റി വെച്ചു. കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്കല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വിശക്കും, കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അത് വേഗം എടുത്ത് അവിടെ വെച്ച് ബാക്കി പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിച്ചു. പതിവുപടി വെള്ളം വെച്ചു. ഇതൊക്കെ വെള്ളത്തിൻ്റെ ആൾ ഞാനാട്ടോ, ഞാനാണ് സ്ഥിരം വെള്ളം വെക്കുന്ന ആൾ. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് ഒരു കുപ്പി വെള്ളം എപ്പോഴും ഞാൻ കൊണ്ടുപോകും. അതും ഒരു ഗ്ലാസ് കോഫിയും കൊണ്ട് ഡൈനിങ് ടേബിളിൽ പോയി അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കി. ഞാൻ പറഞ്ഞില്ല ഇന്നലെയാണ് ഞാൻ അങ്ങനെ ഒതുക്കാണ്ട് കിടന്ന ദിവസം, കാരണം എനിക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഒതുക്കിയതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കിടക്കുക എന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെ കിടക്കാറായ സമയത്ത് ഞാൻ വെറുതെ ഒന്ന് ഫോൺ എക്സ്പോർട്ട് ചെയ്യാനായിട്ടിട്ട് ഫോണൊന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ ഗബ്രുവിൻ്റെ ബർത്ത്ഡേ, അതായത് മൂത്ത ചേച്ചിയുടെ അന്നേരെ മോൻ്റെ ബർത്ത്ഡേ.
ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനിവിടെ കത്തിയത് എന്തുണ്ടായെന്ന് കാണിച്ചു തരാമെന്ന്. ഇതാണ് ഉണ്ടായത് കണ്ടോ. ആ സംഭവം വെച്ചു കൊടുത്ത് ചൂട് ശരിക്കും അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഒന്ന് ഒരു പൊള്ളൽ പോലെയായി. പിന്നത്തേൽ വേഗം കണ്ടുപിടുത്തു, പക്ഷെ പാടായി അവിടെ. ഇനിയിപ്പോൾ ആ അതുമ്മ വെക്കാനേ പറ്റില്ല. ഞാനത് അത്ര ഓർത്തില്ല. നമ്മൾ നടയിൽ വെക്കുമ്പോഴാണല്ലോ ആ ഒരു എന്താ പറയുക, സാമ്പ്രാണിയുടെ പുക നടയിലേക്ക് പോകുമ്പോൾ നമ്മൾ കുന്തിരിക്കാൻ പുകയ്ക്കുന്ന പോലെയാണല്ലോ. അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ വെച്ചിരുന്നത്. പക്ഷേ ഇനി അത് പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഗബ്രുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ അന്നേ റോസി സ്റ്റാറ്റസ് ഇട്ടേക്കണം ഇപ്പോൾ ഈ 12 മണി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടീനെ ഞാനും കൂടി ഒന്ന് വിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗബ്രു, അതായത് എൻ്റെ ചേച്ചിയുടെ റോസയുടെ അനിയത്തിയുടെ 2 ആൺമക്കളിൽ ഒരാൾ. ഞങ്ങൾ 3 പെൺമക്കളായിരുന്നെങ്കിൽ ഇവിടെ മൂത്ത ചേച്ചിക്ക് 3 ആൺമക്കളാണ്. ഇവിടെ ഞങ്ങൾ 3 പൂക്കളുള്ള പോലെ അവിടെയും 3 പൂക്കളാണ്. ഇവിടെ ഇപ്പം 3 ആൺകുട്ടികളാണ് ഞങ്ങളുടെ കുടുംബത്ത്. അതായത് എൻ്റെ വീട്ടിൽ ഒറ്റ പെൺകുട്ടികളും ഇല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയും, ഒരു മോള്, ഡയോണിനൊരു മോൻ, അന്നയ്ക്ക് ഒരാൾ, റോസയ്ക്ക് ഒരാൾ, അന്നയ്ക്ക് 2 ആൾ, ഇവിടെ 2, 1, 3, അങ്ങനെ മൊത്തം 7 പേരക്കുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെ ഗബ്രു ചേച്ചി മരിച്ചതിന് ശേഷം ഉണ്ടായ മോനാണ് കേട്ടോ. അപ്പോൾ അവന് 5 വയസ്സാവുകയാണ്. അപ്പോൾ ചേച്ചി പോയിട്ട് ഇപ്പോൾ 6 വർഷം, 6ാമത്തെ വർഷം. ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കുട്ടികളെ നോക്കുക, അവരെ കുഞ്ചിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ എന്താ പറയുക, അവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. അപ്പോൾ റോസാഡിയും അന്നയുടെയും ഗബ്രുവിന് 1000 ജന്മദിനാശംസകൾ എന്ന് പറയില്ലേ. ഏറ്റവും നല്ല രീതിയിൽ അവൻ വളർന്ന് വലിയ മോനായി എല്ലാവർക്കും അഭിമാനമാവാനായിട്ടുള്ള അവസരം ദൈവം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ കുട്ടീനെ വിഷ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗബ്രു, ഒരു കുഞ്ഞി കുട്ടി കുറുമ്പനാണ് കേട്ടോ. അവൻ ഒരു എന്താ പറയുക, ഒരു നമ്മൾ പറയില്ലേ കുട്ടികൾക്കൊരു ഓമനത്വവും കുറുമ്പും ചട്ടമ്പിത്തരവും ഒക്കെ കൂടിയതാണ് അവൻ. അപ്പോൾ ഞാൻ വളരെ കുറവ് പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അവർ പുറത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് വരുന്ന സമയത്തൊക്കെ അവൻ്റെ കുറുമ്പും കാര്യങ്ങളും പിന്നെ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഗബ്രു, കറക്റ്റ് അപ്പയുടെ അതേ ചായയാണ്. അപ്പോൾ എൻ്റെ മോനെ ടോണി പാപ്പൻ്റെയും അമ്മാമ്മയുടെയും വക ഒന്നും കൂടി ഹാപ്പി ബർത്ത്ഡേ.